ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും വൈസ് പ്രസിഡന്റ് അടക്കം കോൺഗ്രസിലെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇവർ വിട്ടുനിന്നത്. മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളെ 3 സ്ഥിരം സമിതികളുടെ ചെയർമാൻമാരായി തെരഞ്ഞെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം UDF പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ടീം UDFന് ഒരു കോട്ടവും സംഭവിക്കില്ലെന്ന് പഞ്ചായത്ത് ലീഗ് നേതൃത്വവും പ്രതികരിച്ചു. 24 വാർഡുകളുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് 15ഉം കോൺഗ്രസിന് 3 അംഗങ്ങളുമാണുള്ളത്. മുസ്ലിം ലീഗിലെ ആയിഷ മെക്കോട്ടിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഗ്രസിലെ TP മോഹൻദാസാണ് വൈസ് പ്രസിഡന്റ്. വികസനകാര്യം, ക്ഷേമകാര്യം, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യം എന്നീ 3 സ്ഥിരം സമിതികളുടെ അധ്യക്ഷന്മാരെയും ചൊവ്വാഴ്ച തിരഞ്ഞെടുത്തു. 3 അധ്യക്ഷന്മാരും മുസ്ലിം ലീഗ് അംഗങ്ങളാണ്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി KP ഹസീന, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി TK നവാസ്, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി AV സിനി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. 10ാം വാർഡ് കോരംകോടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MV സിനി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. 12ാം വാർഡ് പള്ളിക്കുന്നിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TK നവാസ് കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KP ഹസീന തൂത സൗത്ത് 18ാം വാർഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്നു KP ഹസീന. പെരിന്തൽമണ്ണ ഉപജില്ല വ്യവസായ ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, നെടുമ്പെട്ടി മോഹൻദാസ്, ഫാസില ശിഹാബ് എന്നീ കോൺഗ്രസ് അംഗങ്ങൾ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇവരിൽ TP മോഹൻദാസ് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും ഫാസില ധനകാര്യ സ്ഥിരം സമിതിയിലെ അംഗവുമാണ്. നെടുമ്പട്ടി മോഹൻദാസ് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലെ അംഗമാണ്. 3 സ്ഥിരം സമിതികളിൽ ഒരു അധ്യക്ഷ സ്ഥാനം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് 3 കോൺഗ്രസ് അംഗങ്ങളും സ്ഥിരം സമിതികളുടെ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് നിയോജക മണ്ഡലം നേതാക്കളുമായി ധാരണയിൽ എത്തിയതാണെന്നും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം UDF പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK ബഷീർ പറഞ്ഞു. ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു, വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് വന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നടക്കേണ്ടതാണ്. ഇന്നലെ രാത്രി വരെ MLA വിളിച്ചു, നിയോജകമണ്ഡലം കൺവീനറെ വിളിച്ചു, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചു. ഇവർക്കൊന്നും ഒരു വ്യക്തമായ മാർഗം അല്ലെങ്കിൽ ഒരു വ്യക്തമായ പരിഹാരം കാണാൻ പറ്റാത്തതിൻ്റെ മുകളിൽ ഇന്ന് UDFൻ്റെ ചെയർമാന്മാരും കൺവീനറുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി ഇന്നലെ കഴിഞ്ഞ മണ്ഡലം കമ്മിറ്റി മിനിഞ്ഞാന്ന് കൂടിയ മണ്ഡലം കമ്മിറ്റിയിൽ എടുത്ത തീരുമാനപ്രകാരം അർഹമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് തരാത്ത ഒരു കാരണത്താൽ നമ്മൾ ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളെയും നേരിട്ട് വിളിച്ച് ഇന്ന് നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പർമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പൂർണ്ണ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ ഒരു ബോധം തിരിച്ചങ്ങോട്ടും അവർക്ക് വേണം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ പല തവണ നടത്തിയിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പോലും നമുക്ക് അർഹമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് തരാത്തതിൻ്റെ പ്രതിഷേധിച്ചിട്ട് ഇന്ന് നടക്കുന്ന പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ വിട്ടു നിൽക്കുകയാണ്. തുറന്നുള്ള ഭാവി കാര്യങ്ങളൊക്കെ ഇതിന് ഉപോത്ഫലകമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു സഹകരണം അല്ലെങ്കിൽ തുറന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ബാക്കി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും ഈ ടീം UDF എന്നുള്ള കാര്യം ഒരു പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. പഞ്ചായത്തിൽ കാലാകാലങ്ങളായി പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനാണ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും. ഈ നീക്കുപോക്കാണ് ഈ തിരഞ്ഞെടുപ്പിലും സ്വീകരിച്ചത്. ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് തീരുമാനിച്ചിട്ട് പോലുമില്ലെന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതൃത്വം പറയുന്നത്. UDF സംവിധാനം ഒറ്റക്കെട്ടാണെന്നും മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഇല്ലാതെ ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ CT നൌഷാദ് അലി പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഈ UDF സംവിധാനത്തിനകത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗും വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമാണ് കൊടുക്കുന്നത്. അതാണ് മുന്നണി സംവിധാനമുള്ളത്. അതനുസരിച്ചാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ
പിന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നത്തെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത് 3 മുസ്ലിം ലീഗാണ്. അത് നേരത്തെയും മുസ്ലിം ലീഗാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ആലിപ്പുറം പഞ്ചായത്തിലെ UDF സംവിധാനം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ്, അതല്ലാതെ കൊടുക്കാത്തതല്ല. മുസ്ലിം ലീഗിൻ്റെ കൈവശമുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്മാരാണ്. അത് മുസ്ലിം ലീഗ് തന്നെ കൈവശം വെച്ചു, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ സംഘടനാപരമായ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ആലിപ്പുറം പഞ്ചായത്ത് UDFൻ്റെ കൺവീനർ എന്നുള്ള നിലക്ക് ആലിപ്പുറം പഞ്ചായത്ത് UDF ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മുന്നണി സംവിധാനം എന്നുള്ള നിലക്ക് കോൺഗ്രസിന് മത്സരിക്കാനുള്ള സീറ്റ് കോൺഗ്രസിനും ലീഗിന് മത്സരിക്കാനുള്ള സീറ്റും ലീഗിനും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനത്തിലെടുത്തു. അതനുസരിച്ച് മത്സരത്തിലേക്ക് പോയി മത്സരിച്ച് വിജയിച്ചു. മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റുകളിൽ 15 സീറ്റിൽ മുസ്ലിം ലീഗ് വിജയിച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസിന് നൽകിയ സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് UDF 18 സീറ്റിൽ വിജയിച്ചത്. നിലവിൽ നേരത്തെ നമ്മുടെ ഇത്തരം വിഷയങ്ങളും തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മറ്റൊന്നും ബാധിക്കുകയില്ല. അതൊക്കെ ടീം UDF ആയിട്ട് തന്നെ ആലിപ്പുറം പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ ആരാണോ സ്ഥാനാർത്ഥിയെങ്കിൽ ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഒത്തൊരുമിച്ച് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേസമയം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിലെ TK നവാസ്, C ഫൈസൽ എന്നിവർ നാമനിർദ്ദേശം നൽകിയിരുന്നു. TK നവാസിനെയായിരുന്നു പാർട്ടി തീരുമാനിച്ചത്. 6 അംഗങ്ങളിൽ 5 പേരുടെ പിന്തുണയോടെ TK നവാസിനെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. സമിതിയിലെ അംഗമായ കോൺഗ്രസിലെ നെടുമ്പെട്ടി മോഹൻദാസ് എത്തിയിരുന്നില്ല. ക്ഷേമകാര്യ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച C ഫൈസൽ TK നവാസിന് വോട്ട് ചെയ്തത് കൗതുകമായി. ആദ്യം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടത് പരിഹരിക്കുകയായിരുന്നു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.